കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ ദിനത്തിലും നമ്മുടെ ഈശോ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. വലിയ കൃപാഭിഷേകം നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്കും ഈ സമയത്ത് ചുരിയപ്പെടട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും വലിയ അടയാളങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ സൗഖ്യങ്ങളും വിടുതലും സംഭവിക്കുന്നുണ്ട്. നമുക്കതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ശുശ്രൂഷയിൽ വലിയ അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ, വിടുതൽ, സൗഖ്യങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം സംഭവിക്കാൻ നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ പങ്കുചേരാം. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിൽ നേരം, എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിൽ നേരം, എന്നുമെന്നും നീ ആരാധ്യനാ. കർത്താവായ ഈശോയെ, ഈ ദിനം ഞങ്ങൾ അങ്ങേ കാഴ്ചവെക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഒരുപാട് സഹനങ്ങളോടെ, വേദനകളോടെ വന്നെത്തിയിരിക്കുന്ന ഓരോ സഹോദരങ്ങളെ കർത്താവെ നിനക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ കരങ്ങൾ നീട്ടി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ശക്തിപ്പെടുത്തണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള അങ്ങയുടെ ശക്തമായ വചനം ജീവനോടെ അനുഭവിക്കാൻ ഓരോ സെക്കൻഡുകളിലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും കർത്താവ് നമുക്ക് വലിയൊരു വചനം തരികയാണ്. ശരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. വിടുതലിനായിട്ട് നമുക്കൊന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, സൗഖ്യത്തിനായിട്ടും പ്രാർത്ഥിക്കാം. 1 പത്രോസ് 2:18 മുതൽ 25 വരെയുള്ള വചനങ്ങൾ. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹം കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെപ്പോലെ ആയിരുന്നു നിങ്ങൾ, എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വീണ്ടും നമ്മുടെ സഹനങ്ങളുടെ മേഖലയെക്കുറിച്ച്. സഹനം എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്? കണ്ണുനീരിൻ്റെ ഈ കാലഘട്ടം, പ്രതികൂല സാഹചര്യങ്ങളുടെ കാലഘട്ടം, കുടുംബങ്ങളിൽ പോലും കാണാൻ പറ്റും, ഒരുപാട് ഭിന്നതകൾ കാണാൻ പറ്റും. കഴിഞ്ഞ നാളുകളിൽ ചില കുടുംബജീവിതങ്ങൾ സംസാരിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടെത്തി. ഒത്തിരി സങ്കടം വന്നു. ഭാര്യ പറയുന്നൊന്നും ഭർത്താവിന് മനസ്സിലാവുന്നില്ല, ഭർത്താവ് പറയുന്ന ഒന്നും ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും രണ്ടുപേർക്കും പരസ്പരം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭർത്താവാണെങ്കിൽ മദ്യപിക്കും, അദ്ദേഹം തൻ്റെ ഇഷ്ടം പോലെ നല്ലോണം അധ്വാനിക്കും, പൈസയൊക്കെ ഉണ്ടാക്കും. പക്ഷേ വൈകുന്നേരം തിരിച്ചു വരുന്നത്, വീട്ടിൽ വരുമ്പോൾ മദ്യപിച്ച് കിട്ടക്ക് വരും. മുഴുവൻ പ്രശ്നം, പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, കുർബാനയില്ല, സ്വസ്ഥതയില്ല, സ്നേഹമില്ല, ഐക്യമില്ല, ഒരു പ്രത്യേക പോക്ക്. മക്കളാണേലും തകർന്നു, മുഴുവൻ വേദന. അവർ പറയുകയാണ്, എല്ലാവരും ഒരുപോലെ പറയാം, മരിച്ചാൽ മതി, ഈ ജീവിതം തീർന്നു കിട്ടിയാൽ മതി, എങ്ങനെയും തീർന്നു കിട്ടിയാൽ മതി. സ്വസ്ഥതയില്ല,
ആ ഭാര്യ പറയുക, അച്ചോ ഈ മനുഷ്യനെ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് കണ്ണുനീരാ. ഇദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് അമ്മായിയമ്മ ഒരുപാട് പീഡിപ്പിച്ചു, ഒരുപാട് ദുരിതങ്ങളിലൂടെ പോയ വീട് മുഴുവൻ പറയുക. അതുകൊണ്ടൊന്ന് രോഗമാണ്, തകർച്ച മുഴുവൻ. അതെ നോക്കുമ്പോൾ സംസാരിച്ചപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ട് ചില ഓരോരുത്തരിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്ന് പല തിന്മയുടെയും കാരണം ഓരോരുത്തരുടെയും സ്വാർത്ഥത കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പീഡന സഹനങ്ങളുണ്ട്. ഇന്ന് ഭർത്താവിൻ്റെ വഴിയാണ്, അണുവിട മാറിയല്ല, ഞാനിങ്ങനെ ജീവിക്കും, എൻ്റെ തീരുമാനം ഇത്, ആരും എന്നെ ഒന്നും പഠിപ്പിക്കേണ്ട, എൻ്റെ സ്വഭാവം, എന്നെ ആരും നന്നാക്കാവും നോക്കണ്ട. ഭാര്യ അത് തന്നെയാണ്, എൻ്റെ ശൈലി ഇതാണ്, ഞാനിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു. ഐക്യം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലില്ല. മക്കളും അതുപോലെ തന്നെ ഭയങ്കര അഡമൻ്റായിട്ട് പെരുമാറുന്നു. വാശിയും വൈരാഗ്യം, പിടിവാശിയാണ്, ഭയങ്കര പിടിവാശി. ഇങ്ങനെ പോകുമ്പോഴേക്കും കുടുംബത്തിന് പ്രാർത്ഥനയില്ല. പല കുടുംബങ്ങളും പ്രാർത്ഥനയില്ലാതായത് പ്രാർത്ഥനയോട് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഐക്യമില്ലാത്തതുകൊണ്ട്, സ്നേഹമില്ലാത്തതുകൊണ്ട്, ഒരുമിച്ചിരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ ലോകങ്ങളുണ്ട്, പ്രൈവസിയാണ്. വീടിന് 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾ, അപ്പനും അമ്മയുണ്ട്. അവർ 3 മക്കളും 3 മുറിയിൽ, അപ്പനമ്മ, അങ്ങനെ 4 മുറിയിലായിട്ടുള്ള ജീവിതം. ചിലപ്പോൾ 5 മുറിയിലായിരിക്കും, 5 പേര്, ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് ഐ എം ബിസി, എനിക്കൊന്നിനും നേരമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ഐക്യമില്ല. പക്ഷേ ഇവർക്ക് ബന്ധം പുറത്താണ്. സമൂഹത്തിൽ മറ്റു പലരുടെയും കൂട്ടത്തിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. നല്ല ബന്ധങ്ങളല്ല, നല്ല ബന്ധങ്ങളുടെ കൂടെ അവൻ വഴി ചിലവാക്കത്തില്ല. ദേവാലയത്തിൽ പോയി സമയം ചിലവാക്കത്തില്ല. സമയം കളയുന്നത് പാപം നിറഞ്ഞ ബന്ധങ്ങളെ, അതാണ് അവൻ്റെ ബന്ധം. ഈ ധൂർത്തുപുത്രൻ്റെ അവസ്ഥ പോലെ അവൻ ചെന്നെത്തുന്നത് പന്നിക്കുഴിയിലാണ്. പന്നിക്കുഴി ഒരു കുഴിയാണത്, അത് പന്നിക്കുഴി ഒരു കുഴിയാണ്. ആ കുഴിയിലാണ് ചീഞ്ഞ ബന്ധങ്ങളുടെ കൂട്ടുകെട്ട്. അതിനകത്ത് ജീവിക്കാൻ ആസ്വദിക്കുന്ന ഒരു വ്യക്തി പന്നി കിടന്ന ചെളിക്കകത്ത് കിടന്ന് ഉരുളുന്നു. അതിന് ദുർഗന്ധമാണ് അതിൻ്റെ സുഗന്ധം. അപ്പം അതാണ് അത്തരം ആളുകൾ. അപ്പം ഈ അപ്പനും അമ്മയും 3 മക്കളുള്ള ഈ കുടുംബം, അവരുടെ ബന്ധങ്ങൾ മുഴുവൻ പുറത്താണ്. അവർക്ക് അകത്ത് ബന്ധമില്ല, അകത്ത് തുറവയില്ല. ഈ ഭർത്താവാണെങ്കിൽ ജോലിസ്ഥലത്ത് അവിടെയുള്ള എല്ലാവരോടും സ്നേഹത്തോടെ സംസാരിക്കും, എല്ലാവരോടും സംസാരിക്കും. പക്ഷേ വീട്ടിൽ വന്ന് ഭാര്യയോട് സംസാരിക്കത്തില്ല. ഈ ഭാര്യ അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് അവിടെയുള്ള ആളുകളുമായിട്ടെല്ലാം നല്ല കൂട്ട്, പക്ഷെ ഇവിടെ ചേർച്ചയില്ല, ഐക്യമില്ല. ഇതാണ് ഭിന്നിച്ച് തകർന്ന കുടുംബങ്ങൾ എന്ന് പറയും. ഇതാണ് തകർന്നത്. അവിടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല, പള്ളിപ്പോക്കില്ല. ചില പള്ളിപ്പോ ഒറ്റയ്ക്കങ്ങ് പോവുക, തന്നിഷ്ടം പോലെ. ഇങ്ങനെയുള്ളൊരു കുടുംബം നിന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആ കുടുംബത്തിൽ ഏതെങ്കിലും വലിയ ഗൗരവമേറിയ അനർത്ഥങ്ങൾ സംഭവിക്കും. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ വലിയ ഗൗരവമേറിയ അനർത്ഥങ്ങൾ. ചിലപ്പോൾ അവിടുത്തെ മകള് പാപകരമായ വഴിയിലോട്ട് പോയെന്ന് വരാം, അവിടുത്തെ മകൻ പാപകരമായ വഴിയിലൂടെ പോയവരാ. അവിടെ ഒരു സാമ്പത്തിക ദുരന്തങ്ങളുണ്ടാകും, വലിയ മാരക രോഗങ്ങൾ വന്ന് വിടുക, കടബാധ്യത കയറി വീഴുന്ന കാണാൻ പറ്റും, വസ്തു വിറ്റു പോകേണ്ടത് പറ്റും, നാട് വിട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും, അപകട മരണങ്ങളുണ്ടാകും. ഒക്കെ നോക്കൂ, ഈ ഐക്യം സ്നേഹം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ചില സമയത്തോ നമ്മൾ ആരെങ്കിലുമൊക്കെ വീട്ടോട് ചെല്ലുമ്പോഴോ എല്ലാവരും കൂടെ ഓടിക്കൂടും. ഇവരെല്ലാം ഉണ്ട്, എല്ലാം സംസാരം, നമ്മളോട് സംസാരിക്കും. പക്ഷെ ഇവർ തമ്മിൽ സംസാരമില്ല. നമ്മളോട് ഭയങ്കര ഇഷ്ടം. ചില ആളുകൾ പറയും, അച്ഛനോട് ഇവരെല്ലാവരും സംസാരിക്കും, പക്ഷേ ഇവിടെ പരസ്പര ബന്ധമില്ല, സന്തോഷം, സ്നേഹമില്ല. അതാണ് തകർന്ന കുടുംബം. അവിടെ തിന്മയുടെ ശക്തി എവിടെയുണ്ട്. അത്തരം കുടുംബം സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ, അതായത് ഭിന്നതയുടെ ആത്മാവ് കയറിയിരിക്കുന്ന കുടുംബം. അങ്ങനെ ഉണ്ടാകുന്ന സഹനം അത് ദൈവികമായ സഹനമല്ല. അവിടെയുള്ള കണ്ണുനീരിനൊന്നും ഒരർത്ഥവുമില്ല. അവിടെ എല്ലാവരും മാനസാന്തരപ്പെടണം. അവിടെ ചില കുടുംബങ്ങളുണ്ട്, ഒരാൾ ധ്യാനിക്കാൻ പോകും, അവരൊക്കെ ധ്യാനിക്കാൻ ഇഷ്ടമില്ല, പള്ളി പോലെ ഇഷ്ടം, ദൈവത്തെ പോലെ ഇഷ്ടം, അങ്ങ് പിടിച്ചിരിക്കുക, അങ്ങ് ബലപ്രയോഗം. ആ താഴ്ന്ന കുടുംബമാണ്, സ്വാർത്ഥതയുടെ കുടുംബമാണ്, ഭിന്നിക്കപ്പെട്ട കുടുംബമാണ്, സ്നേഹമില്ലാത്ത കുടുംബം, ഐക്യമില്ല, ഒരുമിച്ചൊന്നുമില്ല, ഒരുമിച്ച് കുറ്റമേ ഉള്ളൂ. ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് പക തീർക്കാനുള്ള നേരം മാത്രമേ ഉള്ളൂ. ഇത്തരം കുടുംബങ്ങളിൽ തകർച്ച, ഒരുപാട് തിന്മകൾ, വ്യഭിചാരം കയറി വരാം, മ്ലേച്ഛ ജീവിതങ്ങൾ കയറി വരാം, മദ്യപാനം കയറി വരാം, പുകവലി കയറി വരാം, ദുരന്തങ്ങൾ വരാം, വഴിവിട്ട ബന്ധങ്ങൾ കയറി വരാം, പലത് കാണാറുണ്ട്. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും ചിന്തിക്കുക, നിന്റെ കുടുംബം എങ്ങനെ പോകുന്നു. പലർക്കും മറ്റു പലരോടും ഭയങ്കര ആത്മാർത്ഥതയാണ്, പുറത്തുള്ള പലരോടും എല്ലാം തുറന്നു പറയുന്ന ജീവിതത്തിന് മുഴുവൻ കാര്യം തുറക്കും, പക്ഷെ അകത്തൊരാത്മാർത്ഥതയില്ല, കുടുംബത്തിനുള്ളിൽ ഒരാത്മാർത്ഥതയില്ല, ഓടി വരുന്നു പോകുന്നു. പ്രത്യേകിച്ച് ടൗൺഷിപ്പുകളിലൊക്കെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. കൃഷിയുമായി ബന്ധപ്പെടുന്നവർക്ക് അത്രയും പ്രശ്നമില്ല, മറിച്ച് ടൗൺഷിപ്പുകളൊക്കെ ജീവിക്കുന്ന കുടുംബങ്ങൾ അവരെല്ലാം ഒറ്റയാൾ പട്ടാളങ്ങൾ. ആരും എൻ്റെ കാര്യം നോക്കണ്ട, ഞാൻ എൻ്റെ ജീവിതം ഞാൻ തന്നെ പോകുന്നു, ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ പോകുന്നു.
അത് തകർച്ചയുടെ വഴികളാണ്, അനർത്ഥങ്ങളുടെ വഴികളാണ്, അപകടങ്ങളുടെ വഴികളാണ്. അത് അത്തരം കുടുംബങ്ങളിൽ സാത്താൻ്റെ ശക്തി കൂടിയിരിപ്പുണ്ട്. അത്തരം കുടുംബങ്ങൾക്ക് ഒരുപാട് സഹനങ്ങളുണ്ടാകും. നേരെ മറിച്ച് ഇവിടെ പത്രോസ് ശ്ലീഹ പറയുന്നത്, സ്നേഹം, ഐക്യം, സമാധാനത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന വേദനകൾ, രോഗമാകാം, തകർച്ചകളാകാം, വീഴ്ചകളാകാം, അത് കൃപയാണ്, ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് കാണുമെന്ന് പറയുക. നിങ്ങൾ ഭിന്നിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തകർച്ചകളും സ്നേഹത്തിലിരിക്കുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന തകർച്ചകളും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സഹനമാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവം കൂടെയുണ്ട്. ആ തകർച്ച രക്ഷാകരമായ തകർച്ചയായിട്ട് മാറും. ഇന്നല്ലെങ്കിൽ നാളെ അത് ബ്ലെസ്സിങ് ആയിട്ട് മാറും. അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ വേദന വരുമ്പോൾ അപ്പനും അമ്മയും മക്കളെല്ലാം ഒരുമിച്ച് ധ്യാനം കൂടാൻ വരുന്നു, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് അവർ പ്രാർത്ഥന വാങ്ങിക്കാൻ വരുന്നു, അവർ ദൈവസന്നിധിയിൽ അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. കാരണം അവിടെ ആ കുടുംബത്തിന് ആ സഹനത്തിലൂടെ ദൈവത്തോട് അടുക്കുകയാണ്. അതിനുശേഷം ഉടനെയോ അവിടെ തീരുമാനമുണ്ട്. വചനം പറയുന്നുണ്ടല്ലോ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിലുണ്ടായിരിക്കും. 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി യോജിപ്പോടെയുള്ള പ്രാർത്ഥന നടക്കുക. വീണ്ടും വചനത്തിലോട്ട് വരട്ടെ. ഭൃത്യന്മാരെ, നിങ്ങളുടെ യജമാന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും എല്ലാം ആദരവോടുകൂടെ അവർക്ക് വിധേയരായിരിക്കും. അതിനുശേഷം പറയാ, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാവും. അന്യായമായ പീഡനം ചിലപ്പോൾ ഉണ്ട്. ജീവിത പങ്കാളിയിൽ നിന്ന് അന്യായമായ തീരുമാനങ്ങളും ഉപദ്രവങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് നീതിയില്ലാത്ത പെരുമാറ്റമേറ്റ് വേദനിക്കുന്ന മക്കളുണ്ട്. മക്കളിൽ നിന്ന് ഒരു നീതിയും കിട്ടാതെ ശരിക്കും വേദനിപ്പിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അവർ ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങളെ സ്നേഹിച്ചു, പക്ഷെ കുഞ്ഞുങ്ങൾ നേരെ തിരിച്ചു പണി കൊടുത്തു. ഭാര്യ ഭർത്താവിനെ വളരെ ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് അതിനെ സ്നേഹിച്ചു, പക്ഷേ നേരെ തിരിച്ചടി കൊടുത്തു. അങ്ങനെ വരുന്ന സമയത്ത് പറയാണ്, ആ വേദനകൾ നിങ്ങൾ ദൈവചിന്തയോടെ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാണ്, കുടുംബത്തിന് അനുഗ്രഹ കാരണമായിട്ട് മാറും. ചില കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്, അപ്പൻ്റെ പ്രത്യേക സ്വഭാവക്കാരൻ, അമ്മ സഹിക്കുന്നൊരമ്മ. അതിൻ്റെ ഫലം എന്താ? മക്കൾക്കെല്ലാം നല്ല ഉയർച്ച, നല്ല വളർച്ച, നല്ല അനുഗ്രഹം. എല്ലാവരും പറയും, ആ അമ്മയുടെ സഹനം കൊണ്ടാണ് ആ കുടുംബത്തിലെ മക്കൾക്ക് ഗതി കിട്ടിയത്. അത് വളർന്നതിൻ്റെ കാരണം അതാ, അഭിഷേകം കിട്ടിയതിൻ്റെ കാരണം പ്രാർത്ഥന. അമ്മയുടെ സഹനം, അമ്മ ഒരു പരാതിയില്ല. ചില സമയത്ത് മക്കൾക്ക് ദേഷ്യം കയറാറുണ്ട്. അപ്പനോട് 2 പറയണം, അല്ല അപ്പനോട് ഉപദ്രവിക്കണം, അവർ ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തൊട്ടേക്കരുത്, അപ്പനെ എന്നോടും കാണിച്ചോട്ടെ. അങ്ങനെയുള്ള സഹനം, അങ്ങനെ സഹനമെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പല കുടുംബങ്ങളിലും അങ്ങനെ സഹനമെടുക്കാൻ പറ്റുന്നില്ല. കാരണം വിശ്വാസം കുറഞ്ഞു, ദൈവബന്ധം കുറഞ്ഞു. ദൈവബന്ധം കുറയുമ്പോൾ അങ്ങനെ സഹിക്കാൻ, ക്രിസ്തുവിനെ പ്രതി സഹിക്കാൻ, കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് സഹിക്കാൻ ശക്തിയില്ല. അങ്ങനെ സഹിക്കാത്ത ജീവിതങ്ങൾക്ക് അവരുടെ സഹനമൊക്കെ ഒരു അനുഗ്രഹം ഇല്ലാതായിപ്പോവും. അനുഗ്രഹമായിട്ട് തരണമെങ്കിൽ കർത്താവിൻ്റെ സഹനം, നമുക്ക് വേണ്ടി പാടുപീഡകളേറ്റ, അങ്ങേറ്റം സഹനമേറ്റെടുത്ത് ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുന്ന ജീവിതങ്ങൾ വേണം. അങ്ങനെയുള്ള കുടുംബങ്ങളെ നിലനിൽക്കുള്ളൂ. ഈ തലമുറയിൽ ഏതെങ്കിലും കുടുംബങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ അവിടെ സഹനശക്തി ഇല്ലാത്തവരാണ് മുഴുവൻ ആളുകൾ. ഒരാൾ പോലും എന്തുകൊണ്ട് സഹനശക്തിയില്ല? പ്രാർത്ഥനയില്ല, അഭിഷേകം നഷ്ടപ്പെട്ടു, കൃപ നഷ്ടപ്പെട്ടു, ദൈവബന്ധം നഷ്ടപ്പെട്ടു. സ്വാർത്ഥതയാ, അദ്ദേഹം പറഞ്ഞല്ലോ, സ്വാർത്ഥതയാ, അഹങ്കാരം, ഞാനെന്ന ഭാവമാണ്, ഈ വെറുപ്പ, ധനമോഹ, പേരിനും പെരുമയ്ക്കും വേണ്ടിയുള്ള നെട്ടോട്ടോ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് സഹനശക്തി ഇല്ല. ദൈവബന്ധം മുറിഞ്ഞുപോയി. അത്തരം സ്വാർത്ഥതയിൽ കഴിയുന്നവർക്ക് ദൈവബന്ധം മുറിഞ്ഞുപോയി, അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പൊട്ടിത്തെറിക്കും, വിവാഹമോചനങ്ങളായിട്ട് ഓടി നടക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് രഹസ്യബന്ധങ്ങൾ സൂക്ഷിക്കും, ആരും അറിയാത്ത ബന്ധം. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആരും അറിയാത്ത ബന്ധങ്ങൾ. പക്ഷെ ഓർത്തോണം, സങ്കീർത്തനത്തിൽ 90-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രഹസ്യപാപങ്ങൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതതിൻ്റെ ഫലം പുറപ്പെടുവിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ രഹസ്യപാപങ്ങൾ ഒരു സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ തകർച്ചയായിട്ട്, രോഗമായിട്ട്, കെടുതികളായിട്ട്, തടസ്സങ്ങളായിട്ട് ഒക്കെ ജീവിതത്തെ ആഞ്ഞടിച്ച് തകർക്കുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും വചനത്തിലോട്ട് പോവുകയാണ്. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്.
നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ പ്രിയപ്പെട്ടവരെ, സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയുടെ ലക്ഷ്യം ഇതാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ ഒറ്റ ലക്ഷ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലൂടെ, അധികാരികളിലൂടെ, സ്നേഹിതരിലൂടെ ഒക്കെ ഞങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങൾ, ഞങ്ങളായിരിക്കുന്ന മേഖലയിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടികൾ, ഇതിൻ്റെ മുമ്പിൽ ദൈവമേ പിടിച്ചു നിൽക്കാനുള്ള വലിയൊരു ശക്തി, വലിയൊരു കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ ഇന്നത്തെ ദിവസം ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. വീണ്ടും വചനത്തോട് വരിക. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ്റെ ഒരു മാതൃക, ഈശോയുടെ സഹനത്തിൻ്റെ മാതൃക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 വചനം പറയുന്ന പോലെ, ആ കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കപ്പെടുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം അവലംബിച്ചു. ഈശോയ്ക്ക് പഠിക്കണം നമ്മൾ. ഈശോ ഗെത്സമൻ തോട്ടം മുതൽ ഗാഗുൽത്താ മല വരെയുള്ള സമയം ഈശോ വളരെ കുറച്ച് സംസാരിക്കുന്നുള്ളൂ. 5-10 പ്രാവശ്യമായി. നമുക്ക് പരിപൂർണ നിശബ്ദന. എന്തിങ്ങനെ നിൽക്കുന്നത്? സഹനം, ഭയങ്കരമായ സഹനം, ഭയങ്കരമായ ഉപദ്രവങ്ങൾ ശരീരത്തിനെ ആഞ്ഞടിക്കുമ്പോൾ വൈ ഹി ഈസ് സൈലൻറ്റ്? കാരണം വെച്ചാൽ അതാണ് സഹനത്തിൻ്റെ ശക്തി. അതാണ് ആ സഹിച്ചു നിൽക്കുന്ന കർത്താവ് അവസാനം ആരാണ് വിജയിച്ചത്? അടിച്ചവനാണോ വിജയിച്ചത്? അടിയേറ്റവനാണോ വിജയിച്ചത്? അടിയേറ്റവനാണ് വിജയിച്ചത്. കുരിശിൽ തറച്ചവനാണോ വിജയിച്ചത്? തറയ്ക്കപ്പെട്ടവൻ. ആരാണോ തറയ്ക്കപ്പെട്ടവൻ അവനാണോ വിജയിച്ചത്? തറയ്ക്കപ്പെട്ടവൻ വിജയിച്ചു. കാരണം അതാണ് ക്ഷമയോടെ സഹിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഇതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ. ക്ഷമയോടെ സഹിക്കുന്നവന് മാത്രമേ യഥാർത്ഥത്തിലുള്ള വിജയം ഉണ്ടാവുകയുള്ളൂ. പീഡിപ്പിക്കുന്നവന് പരാജയം. മറ്റുള്ളവരെ പീഡിപ്പിക്കരുതെന്ന് പറയുമ്പോൾ പീഡിപ്പിക്കുന്നവനെ തകർച്ച ഉണ്ടാവുള്ളൂ. ഉപദ്രവിക്കുന്നവന് നാശം, ഉപദ്രവം കിട്ടും. അപകടപ്പെടുത്തുന്നവൻ അപകടം ഉണ്ടാകും. കോടതി കയറ്റുന്നവൻ കോടതി കയറേണ്ടി വരും. ഭാര്യയെ തകർക്കുന്നവൻ തകർക്കപ്പെടും. ഭർത്താവിനെ വഞ്ചിക്കുന്നവൾ വഞ്ചിക്കപ്പെടും. മക്കളെ വഞ്ചിക്കുന്നവർ വഞ്ചിക്കപ്പെടും. മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവർ പീഡിപ്പിക്കപ്പെടും. അതാണ് മറ്റുള്ളവരെ പീഡിപ്പിക്കുമ്പോൾ നമുക്ക് പീഡനം കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഇന്നല്ല നാളെ തിരിച്ചടി വരും. പാപം ചെയ്യുമ്പോൾ പാപത്തിന് തിരിച്ചടി വരും, ഉറപ്പാണത്. അതിന് യാതൊരു സംശയമില്ല. ഇന്നലെ നാളെ തിരിച്ചു വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ വചനം പഠിപ്പിക്കുന്നത് ശരിക്കും ഈശോ ഇപ്പോൾ നിശബ്ദമായിട്ട് സഹിക്കണം. നിശബ്ദമായിട്ട് സഹിക്കുന്ന ഈശോ അവസാനം വിജയത്തിലൂടെയാണ് വരുന്നത്. അവൻ വിജയിക്കുക. ജീവിതത്തിൽ അവൻ വിജയം കൊയ്യാൻ കാരണമെന്ത് എന്ന് വെച്ചാൽ ഒറ്റ കാരണമുള്ളൂ, അവൻ സഹിച്ചു നിന്നതുകൊണ്ട് മാത്രം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ സ്ഥല സാഹചര്യങ്ങൾ, ജോലി സ്ഥലത്താകാം, പ്രാർത്ഥനാ കൂട്ടായ്മകളാകാം, പല ജീവിതാന്തസ്സിലാകാം, നമ്മുടെ ഓരോ മേഖലയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും ഒക്കെ ഒരുപാട് തകർക്കുന്നുണ്ടാകാം. അതിനു മുമ്പിൽ സഹിച്ചു നിൽക്കുന്ന ജീവിതങ്ങൾ, അവരാണ് നാളെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പോകുന്നത്. അല്ലാത്ത ആരും തല ഉയർത്തില്ല, തല കുമ്പിട്ട് നടക്കേണ്ടി വരും. അത് ചരിത്രം നൽകുന്ന പാഠവത. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങട്ടെ, കൃപ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വചനം കൂടി നമ്മൾ ധ്യാനിക്കുകയാണ് ഈ സമയത്ത്. വചനം പറയുന്നു, എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നീതിമാനായൊരു ദൈവമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം കൈവിടാതെ ഈശോ മുന്നോട്ട് പോവുക. നീതിമാൻ ദൈവം അതിന് പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസം, അതാണ് വിശ്വാസം. ദൈവം പ്രതിഫലം നൽകും. ആ ഒരു വിശ്വാസം മുന്നോട്ട് പോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ. ഭാര്യ ഭർത്താവിനോട് വൈരാഗ്യത്തോടെയാണ് കഴിയുന്നതെങ്കിൽ, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ നീങ്ങുന്നുണ്ടെങ്കിൽ, മക്കൾ മാതാപിതാക്കൾക്കെതിരെ നീങ്ങുന്നുണ്ടെങ്കിൽ, മാതാപിതാക്കൾ മക്കൾക്കെതിരെ നീങ്ങുന്നുണ്ടെങ്കിൽ, അതൊക്കെ തകർച്ചയിലേക്ക് നമ്മൾ നയിക്കുന്ന സമയങ്ങളാണ്. ഈ സമയം നമുക്ക് അനുദപിക്കാം, പശ്ചാത്തപിക്കാം, സഹിച്ചു നിന്ന് ക്രിസ്തുവിനെ പോലെ ഉയർപ്പിൻ്റെ മഹത്വം, ആനന്ദം നമുക്കും അനുഭവിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടിയുള്ള വലിയ ശക്തി ഇന്നത്തെ ആരാധന സമയത്ത് ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന സമയത്ത് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ പെയ്തിറങ്ങട്ടെ. ആമേൻ. തിരുവോസ്തിരൂപനാം എന്നേശുനാഥ, ദൂതന്മാർ രാപകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിൽ ഇന്നേരം, എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങുന്നു തിരുമുൻപിൽ ഇന്നേരം, എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം നാമത്തിൽ ആരാധനയും സകല ദൈവമക്കളിലേക്കും അത്ഭുതങ്ങൾ, അടയാളങ്ങളും രോഗശാന്തികളും വിടുതലും സർവശക്തനായ യേശുമിശിഹായുടെ നാമത്തിൽ പാപത്തിന്റെ ബന്ധനം അഴിഞ്ഞു പോകുന്നു. കുടുംബത്തിലെ അസ്വസ്ഥതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടു, അങ്ങയുടെ സ്വാധീനം വിട്ടു. ഭാവിയങ്ങയുടെ പരിശുദ്ധ രക്തം, അങ്ങയുടെ തിരുവിലാവിൽ നൊഴുകുന്ന പരിശുദ്ധ ഈ മക്കളെല്ലാം കുടുംബങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ട് സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, ആരാധിക്കുന്നു, മഹത്വം കർത്താവേ, സ്തുതിക്കുന്നു. അങ്ങയുടെ വലതുകരം നീട്ടണം, അങ്ങയുടെ വലതുകരം നീട്ടണം. ഈ ഭവനങ്ങളെ അനുഗ്രഹിക്കണം, ഈ മക്കളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണം. ഒരു ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളിലും ദൈവമേ ഇടപെടണം. വേദന ഇടപെടണം, ഇതിൻ്റെ അപേക്ഷകൾക്ക് ഉത്തരം കൊടുക്കണം. ഇതിൻ്റെ സാന്നിധ്യങ്ങളും കൊടുക്കണം. തടസ്സങ്ങളുമാണ് മക്കളുടെ ഭവനങ്ങളിലുള്ള എല്ലാ അന്ധകാര ശക്തികളോടും ആജ്ഞാപിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് തിരുരക്തം കൊണ്ട് പൊതിയണം കണ്ടോ, എല്ലാ ഭവനങ്ങളും പൊതിയണം കണ്ടോ, ഇത് കൃപയാൽ നിറയ്ക്കണം കണ്ടോ, അഭിഷേകത്തെ ചുരുപ്പിക്കണം കണ്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധന.